ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ 5 പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തൊരു 5 പ്രോഡക്റ്റ് ഉണ്ട്. അത് ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂവും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സിൽ സ്കിൻ കെയറും ഉണ്ട്, ഹെയർ കെയറും ഉണ്ട്. ഞാൻ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ ഇല്യൂമിനേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. ഇത് വിത്ത് SPF ആണ് വരുന്നത്. ഇൻസ്റ്റൻറ്റ് റോസി ഗ്ലോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് മോയ്സ്ചറൈസർ നമുക്കൊരു ഫേസിനൊരു കൈൻഡ് ഓഫ് ഹൈലൈറ്റർ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റോസി ഗ്ലോ തരും കേട്ടോ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നോൺ ഗ്രീസിയും ആണ്. എല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൽ SPF 15 ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കക്കാഡു പ്ലം എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഒരു സ്കിന്നിനൊരു മോയ്സ്ചറൈസേഷനും കൊടുക്കും, അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനും തരും, അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോസി ഗ്ലോയും തരും കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റെപ്സും കഴിയും. ഈ പ്രൊഡക്റ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല കവറേജും തരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളൊരു റോസി ഫിനിഷ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വിവരം കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഫേസിലും നെക്കിലും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനോട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ 10% വൈറ്റമിൻ സി സെറമാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. ഇതിൽ 5% നയാസിനമൈഡും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കക്കാഡു പ്ലം തന്നെയാണ്. അതായത് ഇവർ പറയുന്നത് 5 ദിവസത്തിനുള്ളിൽ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 3-4 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് അല്ല, ചെറുതായിട്ട് ചേഞ്ചസ് ഉണ്ട്. വിറ്റമിൻ സി സെറം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റി സ്കിന്നൊന്ന് ഗ്ലോ ആവാനും, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനും, പിന്നെ ഏജിങ്ങിൻ്റെ അതായത് റിങ്കിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ 10% സ്റ്റാർട്ട് ചെയ്യേണ്ട, 5% സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലി 10%ലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഒറ്റയടിക്ക് 10% സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ സ്കിൻ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ 5% സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 10%ലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. വിറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണെല്ലാം മാറ്റി ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടാനും, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ വിറ്റമിൻ സി നല്ലതാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് മാറാനും നമുക്ക് ഈ സെറം യൂസ് ചെയ്യാം കേട്ടോ. ഈ സെറം നമുക്ക് സ്കിന്നിൽ മോർണിംഗ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പക്ഷേ മോർണിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സെറം യൂസ് ചെയ്തിട്ട് വേണം മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ സെറം യൂസ് ചെയ്ത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഫേസിൽ വേണം കേട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ ഇതിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ തുടങ്ങുന്നതാണ് നല്ലത്. 1-2 ഡ്രോപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡെയിലി ഉപയോഗിക്കാണ്ട് ആൾട്ടർനേറ്റ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഡെയിലി ഉപയോഗിച്ച് 3-4 ഡ്രോപ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് സെറം യൂസ് ചെയ്യുന്നവരും ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിൽഗ്രിമിൻ്റെ തന്നെ ഒരു ലിപ് സെറമാണ്. ഇത് സ്ക്വലൈൻ ബബിൾ ഗം ലിപ് സെറമാണ്. ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ലിപ് സെറം ഡെയിലി 1-2 തവണ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടൈമിൽ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോട് ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ലിപ് സെറം എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിന് ഡീപ്പായിട്ട് നോറിഷ് ചെയ്യാനും, അതുപോലെ തന്നെ ലിപ്സിൻ്റെ സൈഡിലുള്ള ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോകാനും, അതായത് പിന്നെ ലിപ്സിൻ്റെ സൈഡിലുള്ള റിങ്കിൾസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലിപ് സെറം യൂസ് ചെയ്യുന്നത്. ലിപ് ബാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ലിപ് സെറമാണ് ഒന്നുകൂടെ ബെറ്റർ. പക്ഷേ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡെയിലി 1-2 തവണ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ടൈം ലിപ് ബാം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെറം ആദ്യം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ബബിൾ ഗത്തിൻ്റെയൊക്കെ സ്മെല്ലില്ലേ, കറക്റ്റ് ആ സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്നത് റോൾ ഓൺ ടൈപ്പ് ആപ്ലിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്സൊക്കെ നല്ല പ്ലംപായിട്ട് വെക്കാൻ വേണ്ടി നമുക്ക് ഈ ലിപ് സെറം യൂസ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഹെയർ കെയർ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതൊരു ഹെയർ സിറമാണ്. ഇത് നമ്മുടെ ഹെയർ ഫാൾസ് കുറച്ച് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഹെയറിൻ്റെ ഡെൻസിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ്.
ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റിഡൻസിലും അനാഗെയിനുമാണ്. റിഡൻസിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഇതിലുള്ള അനാഗെയിനും സിങ്കും ഹെയർ ലോസ് കുറച്ചിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ മുടിയെ നല്ല സ്ട്രെങ്ത് ഉള്ളതാക്കും കേട്ടോ. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ നമ്മുടെ ഗ്രീൻ ടീയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രോബ്ലംസ് എല്ലാം മാറ്റി സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഈ പ്രോഡക്റ്റ് നോൺ ഗ്രീസി ആയതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാം കേട്ടോ. അതായത് പുറത്ത് പോകുമ്പോഴൊന്നൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സെറം ആണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഓയിലി അല്ല. അപ്പം നമുക്ക് പകലും യൂസ് ചെയ്യാം. ഇത് മറ്റേ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒട്ടും ഗ്രീസി ആക്കൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഈ ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ സെറം അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഇവിടെ ഹെഡിൻ്റെ ഫ്രണ്ട് സെക്ഷനിലാണ് കേട്ടോ. അതായത് എനിക്ക് നെറ്റി കുറച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് മുടിയും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെറം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഡെയിലി ഈ സെറം അപ്ലൈ ചെയ്യണം. ഈ സെറം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 ആഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് പുതിയ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സെറം നമ്മുടെ പിരികത്തിലും ഉപയോഗിക്കാം കേട്ടോ. അതവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐബ്രോസിൽ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പകുതി ദിവസം മറന്നു. ആകെ സ്കാൽപ്പിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നോൺ ഗ്രീസി ആയതുകൊണ്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാത്ത ഡേയ്സിൽ ഉപയോഗിക്കാം കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആമസോണിയൻ പട്വ സ്മൂത്തനിങ് ഷാമ്പു ആണ് കേട്ടോ. ഇതിൽ കെരാറ്റിനും ഉണ്ട്. അതായത് ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിൽ മാത്രം കാണുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഷാമ്പു ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിനെ ഹെയറിനെയൊക്കെ നന്നായിട്ട് നോറിഷ് ചെയ്യാൻ വേണ്ടി ഷാമ്പു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഹെയറിന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ആക്കി വെക്കും. പിന്നെ മുടിക്ക് ഭയങ്കര ഒരു ഷൈനിങ് ആക്കും കേട്ടോ ഹെയറിന്. എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ കണ്ടീഷണറും കൂടി ഇട്ടാൽ മാത്രമേ മുടി നല്ല സോഫ്റ്റ് ആവാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഷാമ്പു മാത്രം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുടി നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങും ഉണ്ടായിരുന്നു. ഇതിൽ കെരാറ്റിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഒറ്റ യൂസിൽ തന്നെ 10x ആണ് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല പ്രൊഡക്റ്റാണ്. ഇതിനു മുമ്പ് ഞാൻ പിൽഗ്രിമിൻ്റെ തന്നെ വേറൊരു ഷാമ്പു ആണ് യൂസ് ചെയ്തിരുന്നത്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ 5 പ്രൊഡക്ട്സാണ് ഞാൻ മീൻസ് പിൽഗ്രിമിൻ്റെ എന്നുള്ള രീതിയിൽ സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 5 പ്രോഡക്ട്സ്. ഇത് കൂടാണ്ട് വേറെയും പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പം അതായത് നമുക്കൊരു കംപ്ലീറ്റ് സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ എന്നുള്ള രീതിയിൽ വരുന്ന 5 പ്രോഡക്ട്സ് ആണിത്. ഈ പ്രൊഡക്ട്സിനെല്ലാം അഡീഷണൽ ആയിട്ടൊരു 15% കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് PHOL15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.